ഹലോ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ലൈഫ് സ്റ്റൈൽസ്. അപ്പൊ ഒത്തിരി നാളായില്ലേ നമ്മൾ ഇങ്ങനെ കണ്ടിട്ട്. ഞാന് കുറച്ച് തിരക്കായിരുന്നു, പിന്നെ കുറച്ച് മടിയായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു ദിവസങ്ങൾ പോയി. പക്ഷെ ഇന്ന് വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ. കാരണം നമുക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ടുപേരിന്ന് നാട്ടുന്നത് കുവൈറ്റിലോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒത്തിരി നാളത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ന് ഞാനിത് ലീവ് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അവര് വരുമ്പോഴേക്കും അവർക്കത് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഇതിലാണ്. അപ്പൊ ഞാനിത് രാവിലെ നേരത്തെ തന്നെ എണീച്ചു എന്നിട്ട് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ഓൾറെഡി ഫ്ലൈറ്റിൽ നിന്ന് കിട്ടും. പിന്നെ അത് മാത്രമല്ല അവരോട് എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് 12 മണിയൊക്കെ ആവുമല്ലോ. അപ്പൊ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ലഞ്ച് കഴിക്കുമ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ലഞ്ച് 12 മണിക്കേക്ക് ഒന്ന് കുളിച്ച് ഫ്രഷ് ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് 1 മണിയൊക്കെ ആവും. അപ്പൊ നമുക്ക് ആ സമയത്ത് ലഞ്ച് കഴിക്കാന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ എണീറ്റ് ചോറടുപ്പത്തുണ്ട്, മോരുകറിയുണ്ട്, ചിക്കൻ ഇതേ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കണം. പിന്നെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ അച്ചാറ്, പപ്പടം, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മെനു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. വരുന്നത് ഭയങ്കര സർപ്രൈസ് എന്നല്ല, വരുന്നത് വേറെ ആരുമല്ല കേട്ടോ. കിച്ചുവിന്റെ അച്ഛനും അമ്മയും എന്റെ ഇൻലോസ് ആണ് വരുന്നത്. അവരൊരു മാസത്തെ വിസിറ്റ് വിസയിലാണ് കേട്ടോ വരുന്നത്. അപ്പൊ അവര് കുറെ ആയി അവിടെ ഇങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ ഇവിടെ പോയിട്ട് നിങ്ങൾക്കറിയാം നിയമങ്ങളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് എപ്പോഴാ മാറുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊരു കറക്റ്റ് സമയമായിട്ട് തോന്നി. പിന്നെ അത് മാത്രമല്ല ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ ആണ് ഇവിടെ ഭയങ്കര ചൂടാണ്. അതായത് 50 ഡിഗ്രി ഒക്കെ ക്രോസ് ചെയ്യുന്നുണ്ട് ചില ദിവസങ്ങള്. അപ്പൊ ചൂടിന്റെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടി വന്നപ്പോ ഇപ്പോഴാണ് അവരുടെ സമയം സെറ്റ് ആയത് കേട്ടോ. പിന്നെ നാട്ടിലും ചേച്ചി പിള്ളേരും ഉണ്ട്, അവരെടുക്കുള്ളത് നോക്കണം. പിന്നെ ഇവിടെ നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ആയി കാരണം അവരെ ചുമ്മാ അവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കില്ലേ. ഇതാവുമ്പോ എനിക്കിവിടെ ഇപ്പൊ സമ്മർ വെക്കേഷൻ ആവാറായി. എനിക്ക് ഒരു 3-4 ദിവസം കൂടെ ക്ലാസ് ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫുൾ ടൈം ഫ്രീ ആയിരിക്കും, ഇവിടെ ഉണ്ടാവും, അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയാണ് കേട്ടോ ഈ ഒരു സമയം നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പൊ എന്തായാലും നമുക്കിത് ഈ ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് വേണം. നമ്മുടെ ആദ്യപ്പെട്ട് ഉറങ്ങുകയാണ്, അവനെ വിളിക്കണം. ഫുഡ് റെഡി ആയിട്ട് കേട്ടോ, അതുവരെ അവൻ ഉറങ്ങിക്കോട്ടെ. പിന്നെ എന്നിട്ട് നമുക്ക് എയർപോർട്ടിലോട്ട് പോകണം, റെഡി ആവണം. അപ്പോഴേക്കും നമ്മുടെ ലഞ്ചിന്റെ പരിപാടികൾ സെറ്റ് ആക്കട്ടെ. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാനത് എയർപോർട്ടിലോട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് അവരെ റിസീവ് ചെയ്യാൻ പോവാ അല്ലേ. നമ്മുടെ ആദ്യക്കുട്ടൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം അച്ചച്ചയും അച്ചമ്മയും നാട്ടിൽ നിന്ന് വരാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത് രാവിലെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എയർപോർട്ടിൽ പോണ്ടേന്ന്. അങ്ങനെ നമ്മുടെ കിച്ചും റെഡിയായി. ഇനി നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോവാം. ആരാ വരുന്നേ? അച്ചച്ച മാത്രമേ ഉള്ളൂ, പിന്നെ ആരാ ഉള്ളേ? അച്ചമ്മയില്ലേ? Are you excited to meet your parents? Yes, of course. ഫ്ലൈറ്റ് എല്ലാം ഓൺ ടൈം ആയിരുന്നു കേട്ടോ. അതുമാത്രമല്ല ഇത് അവരുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ കാത്തിരുന്ന രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഇൻലോസ്, കിച്ചുവിൻ്റെ അച്ഛനും അമ്മയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയായിരുന്നു. സോ അവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾ ശരിക്കും ഭയങ്കര ഹാപ്പി ആൻഡ് പ്രൗഡാണ് കേട്ടോ.
നാട്ടിൽ നല്ല മഴയത്തുനിന്ന് വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടുത്തെ ചൂട് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു കേട്ടോ. എന്തായാലും അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിച്ച് ഇത് ആദ്യത്തെ കാര്യം പെട്ടി പൊട്ടിക്കലായിരുന്നു കേട്ടോ. ഇവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ കിച്ചു പറഞ്ഞ കാര്യം ഒരു ചക്ക മുഴുവനായിട്ട് കൊണ്ടുവരണമെന്നായിരുന്നു. അങ്ങനെ ഈ ചക്ക മാത്രമല്ല മാങ്ങയും ചക്കയും തേങ്ങയും പപ്പായയും പിന്നെന്താ പഴവും പിന്നെ പലവിധ പലഹാരങ്ങളും അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമ്മൾ കുളിച്ച് ഫ്രഷായി നമ്മളിതേനി ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനത്തെ ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിതേ ലഞ്ച് കഴിക്കാൻ പോവാണ്. ശരിക്കും അവരോട് എത്തിയതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം നോർമലി ഞാനും കിച്ചും ആദ്യം ഇതാണല്ലോ നമ്മുടെ ഒരു ഡെയിലി ആയിട്ടുള്ള ഒരു റുട്ടീൻ. പക്ഷേ അതിലേക്ക് ഇത് അച്ഛനും അമ്മയൊക്കെ വന്നപ്പം ശരിക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോസിൽ അച്ഛനും അമ്മയും എല്ലാം ഉണ്ടാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.